വെൽക്കം ബാക്ക്. അപ്പോൾ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ മാനിക് എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തു. ഇനി മാനിക് എപ്പിസോഡിൻ്റെ അത്രയും സിവിയർ അല്ല, അത്രയും ഗുരുതരമല്ലാത്ത മറ്റൊരു എപ്പിസോഡാണ് ഹൈപ്പോ മാനിക് എപ്പിസോഡുകൾ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാനിക് എപ്പിസോഡുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും അത്ര ഗുരുതരമല്ലാത്ത, സിവിയർ അല്ലാത്ത, ഇൻറ്റൻസീവ് അല്ലാത്ത രീതിയിൽ കാണപ്പെടുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇതിനകത്ത് ഹൈപ്പോമാനിക് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസമോ ഏതാനും ദിവസങ്ങൾ മാത്രമോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിനെയും ഫാമിലി ലൈഫിനെയൊക്കെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത്രമാത്രം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേജർ ആയിട്ടുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള എപ്പിസോഡുകൾ എന്താണെന്നുള്ളതാണ്. അതൊരു പക്ഷേ BPD-1 കൂടെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അത്ര ഇൻറ്റൻസീവ് അല്ലെങ്കിലും ഹൈപ്പോമാനിക് ആയിരിക്കുന്ന അവസ്ഥയുടെ കൂടെയും കാണുന്നുണ്ട്. അതായത് ഒരാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ഇല്ലാതിരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നാതിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. അതാണ് മേജർ ഡിപ്രസീവ് ആയിട്ടുള്ള എപ്പിസോഡുകളുടെ പ്രധാനപ്പെട്ട ചില അവസ്ഥകൾ. ഈ ആൾക്ക് ഞാൻ ഒന്നിനും പറ്റാത്ത ആളാണ് എന്ന് തോന്നുക, ഒരു പക്ഷേ നന്നായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, കൂടുതലായിട്ട് ഉറങ്ങുകയോ അല്ലെങ്കിൽ ഉറക്കമില്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥ. അതുപോലെ തന്നെ സംസാരമൊക്കെ ഈ ഡിപ്രസീവ് ആയിരിക്കുന്ന അവസ്ഥയിലുള്ള കാര്യമാണ് പറയുന്നത്. സംസാരം വളരെയധികം സ്ലോ ആവുക, ശബ്ദം കുറയുന്ന അവസ്ഥ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത്. പലപ്പോഴും ആരും അറിയാതെ ഒറ്റയ്ക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മാനിക്കാവും, ചിലപ്പോൾ ഡിപ്രസ്ഡ് ആവും. ഡിപ്രസ്ഡ് ആവുന്ന സമയത്താണ് പലപ്പോഴും എനിക്കാരുമില്ല, ഞാൻ ആരുമല്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്കൊരു കഴിവുമില്ല എന്ന രീതിയിലേക്ക് വരികയും കെട്ടിത്തൂങ്ങി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് മരണപ്പെടുന്ന ആ ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ബൈപ്പോളാർ ഡിസോർഡറിന് സൈക്കാട്രിക് ആൻഡ് സൈക്കോളജിക്കൽ ലെവലിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കണം. ഇത് മറ്റെന്തെങ്കിലും സ്പിരിച്വലി അല്ലെങ്കിൽ മറ്റെന്തോ ചികിത്സയിലൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് പ്രൊഫഷണലി സൈക്കോളജിക്കലി ആൻഡ് സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കടന്നു പോയാൽ തീർച്ചയായിട്ടും പരിഹാരമുള്ള, മറ്റെന്തൊക്കെയോ ചെയ്തിട്ട് കാര്യമില്ല. ഇത് സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെന്തോ ബാധയാണോ, ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് അവിടെ കുറേ സമയം ചെലവഴിച്ച് അവസാനമാണ് പലപ്പോഴും ഇത്തരം കേസുകൾ കൺസൾട്ടിങ്ങിന് വേണ്ടി എത്തപ്പെടുന്നത്. സിവിയറായ കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിക് മെഡിസിൻ നിർബന്ധമായിട്ട് കഴിക്കേണ്ടി വരും. വളരെ സിവിയർ ആണെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യൽ നിർബന്ധമായിരിക്കും. ചിലപ്പോൾ വയലൻ്റ് എപ്പിസോഡുകൾ വരെ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സൈക്കാട്രിക് മെഡിസിൻ പ്ലസ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ടി വരും. ടോക്ക് തെറാപ്പി പോലെയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ സഹായങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടോക്ക് തെറാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് പലപ്പോഴും നാം ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കേഷനിൽ മൂഡ് സ്റ്റെബിലൈസേഴ്സാണ് ഇതിനു വേണ്ടി സാധാരണ മെഡിക്കൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനൽ രൂപങ്ങളെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ECT എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് പിന്നീട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ തോട്ട് വേവ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി സൈക്കാട്രിക് ആണെങ്കിൽ അങ്ങനെ, ECT ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ആണെങ്കിൽ അങ്ങനെ, ടോക്ക് തെറാപ്പി ആണെങ്കിൽ അങ്ങനെ, മറ്റുള്ള സൈക്കോളജിക്കൽ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസും പലതും ചെയ്തുകൊണ്ട് പതുക്കെ ഈ വ്യക്തിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്.